ഹായ് സുഹൃത്തുക്കളെ, നമ്മളിന്ന് കാണിക്കാൻ പോകുന്ന വീഡിയോ മത്തയില തോരൻ വെക്കുന്നതാണ്. നാടൻ മത്തയില, നമ്മുടെ സ്വന്തം വീട്ടിലെ മത്തയ കേട്ടോ. എൻ്റെ ഇല തോരൻ വെക്കുന്നതാണ്. നമ്മൾ ആദ്യമായിട്ട് ഇനി ഇല കണ്ടിച്ചെടുക്കുവാണ്. ഒരു ഇല മതി. നമ്മൾ മത്തയില തോരൻ വെക്കുന്നതിന് എന്തൊക്കെ വേണ്ടെന്നുള്ളത് ഇപ്പം ചെറുതായിട്ടൊന്ന് കാണിക്കാവേ. ഇപ്പോൾ തേങ്ങ ചിരണ്ടിയത്, അരമുറി തേങ്ങ താഴെ, ഇത് രണ്ടല്ലേ നമ്മൾ എടുത്തോളല്ലോ. പിന്നെ പച്ചമുളക്, ജീരകം, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, നാടൻ കോഴിമുട്ട, ഇഞ്ചി. ഇനി നമ്മളത് മത്തയില അരിഞ്ഞതിന് ശേഷം ഇതെങ്ങനെ ചെയ്യുന്നത് കാണിക്കാം കേട്ടോ. നമ്മൾ മത്തയില ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തേ. അതിന് ശേഷം നമ്മൾ ആ തേങ്ങ മഞ്ഞളും എല്ലാം ചേർത്ത് അരകല്ല വെച്ച് നമ്മൾ ചതച്ചെടുത്തു കേട്ടോ. അരകല്ലയിൽ ഇഷ്ടം പോലെ ചെയ്യാം, നിങ്ങൾ മിക്സിക്കകത്തോ. നമ്മൾ ചീനിച്ചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ കടുക് പൊട്ടിക്കുവാണ്. കടുക് ഇടുക, അത്യാവശ്യം അത്ര കടുക് ഇട്ടാൽ മതി. കടുക് നമ്മൾ പൊട്ടി വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കടുക് പൊട്ടി വരുമ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് തേങ്ങ ചതച്ചാണ് ആദ്യം ഇടുന്നത് കേട്ടോ. കരിവേപ്പില നമ്മൾ തേങ്ങ ചതച്ച് അതിൻ്റെ അകത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുക. നമ്മൾ അരപ്പലെല്ലാം ഒന്ന് പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം നമുക്കറിയാം വലിയ വെന്ത് പോണ്ട. ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ മത്തയില അരിഞ്ഞ് അതിൻ്റെ അകത്ത് ഇടുക. വെള്ളമൊന്നും ഒഴിക്കല്ലോ കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കാതെ നമ്മൾ മത്തയില അതിൻ്റെ അകത്തിട്ടു. വലിയ പണിയൊന്നുമില്ല കേട്ടോ, പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ്. ഇത് വിറ്റാമിൻ സാധനങ്ങളൊക്കെയാണ് എല്ലാവരും പറയുന്നത്, നല്ല സാധനമാണ്. ഞാൻ വല്ലപ്പോഴൊക്കെ ഇത് ഉണ്ടാക്കി കഴിക്കുന്നതാണ്. നമ്മൾ നടുഭാഗം ഇച്ചിരി ഒതുക്കി വെച്ചിട്ട് നമ്മളൊരു നാടൻ മുട്ട ഒരു മുട്ട ഒഴിച്ചാൽ മതി കേട്ടോ. മുട്ട ഇട്ട് കഴിഞ്ഞ് നമ്മളത് ചിക്കി കൊടുക്കണം എല്ലാതും ഒന്നിച്ച്. നമ്മൾ മുട്ട കൂടുതൽ ഇട്ടാലും നല്ലതാണ്, പക്ഷേ മുട്ട കൂടുതൽ ഇടുമ്പോൾ നമ്മൾ ഈ ഇലയുടെ ടേസ്റ്റ് രുചി മാറിപ്പോകും. ഒത്തിരി മുട്ട ഇട്ടാൽ നമുക്ക് അത്യാവശ്യം ഒരു മുട്ട ഇട്ടാൽ മതി. ഇങ്ങനെ ഇളക്കി എടുക്കണം, കട്ട പിടിക്കാതെ. നമുക്ക് ആവശ്യത്തിന് വേണേൽ എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇങ്ങോട്ട്. എണ്ണ കുറവുണ്ടെങ്കിൽ എണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഇളക്കി കട്ട പിടിക്കാതെ നല്ല ഇളക്കി ചൂടായി ആ മുട്ട വേകുന്നൊരു ചൂടുണ്ടല്ലോ, അതുകൂടെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ കറി ഏകദേശമാവും. തോരൻ കറി ഏകദേശമാവും. സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങളൊന്ന് കാണണം. കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.